ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് റവയും ബനാനയൊക്കെ വെച്ച് ഒരു അടിപൊളി സ്വീറ്റ് ഐറ്റം നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 2 പഴമാണ്. അപ്പോൾ ഈ പഴത്തിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെക്കുക. അപ്പോൾ ഇത്തരത്തിൽ അരിഞ്ഞു വെക്കാന്നുണ്ടെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആ സ്വീറ്റ് ഐറ്റം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അപ്പോൾ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പോളം നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 10-20ഓളം കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം അണ്ടിപ്പരിപ്പ് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി, അതായത് ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഴവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ആദ്യം നമുക്ക് നെയ്ക്കകത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതൊന്ന് മാഷ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സ്പാച്ചില ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്മാഷർ ഉപയോഗിച്ച് നമുക്കിതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ ഒരു പരുവത്തിൽ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/4 കപ്പ് മുതൽ 1 കപ്പ് അളവിലുള്ള റവ നമുക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 1 കപ്പോളം റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ റവയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഓൾറെഡി വറുത്ത റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വറുത്ത റവയും വറുക്കാത്ത റവയും ഏത് വേണേലും എടുക്കാവുന്നതാണ്. അപ്പം ഈ റവയും പഴവും കൂടെ എല്ലാം ഒന്ന് യോജിച്ച് വരുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. ഇത്തരത്തിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് 1/4 കപ്പോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കേണ്ടതാണ്. അതായത് നമ്മുടെ റവയുടെ കൂടെ ഈ പാൽപ്പൊടി ഒന്ന് യോജിച്ച് വരേണ്ടതാണ്. അതെടുത്തതിലെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര എടുക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 കപ്പോളം ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പം ശർക്കരയും കൂടെ ചേർത്ത് അതും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. കാച്ചിയ പാലോ കാച്ചാത്ത പാലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ പാലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൈവിടാതെ ഇത്തരത്തിൽ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റവ കയറി കട്ടിയാവുന്നതായിരിക്കും. കട്ടിയായിട്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ അത്തരത്തിലൊന്ന് കുക്ക് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പലഹാരം ഇവിടെ റെഡിയായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻ്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ.